സ്വവർഗാനുരാഗിയെന്ന് മറച്ചുവെച്ച് വിവാഹ തട്ടിപ്പ് നടത്തിയ യുവാവിനെതിരെ പരാതിയുമായി യുവതി രംഗത്ത്. യുവാവിനെതിരെ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്നും ആരോപണം. പൊന്നാനി കടവനാട് സ്വദേശിയായ യുവാവിനെതിരെയാണ് രണ്ടാം ഭാര്യയായ യുവതി പരാതിയുമായി രംഗത്തെത്തിയത്. ആദ്യ വിവാഹം മറച്ചുവെച്ചാണ് പരാതിക്കാരിയായ യുവതിയെ ഇയാൾ വിവാഹം കഴിച്ചത്. എന്നാൽ വിവാഹശേഷം ഇയാൾ സ്വവർഗാനുരാഗിയാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. ഡിസംബർ 15, 2023 എന്റെ നവീൻ സുധീറിന്റെ വിവാഹം. ഞാനൊരു ലോ സ്റ്റുഡന്റ് ആണ്. നവീൻ സുധീർ M.Tech ഉള്ള മറൈൻ എഞ്ചിനീയർ ആണ്. ഷിപ്പിൽ ബർദുബായിൽ കണ്ടിട്ടായിരുന്നു മാരേജ് ചെയ്തത്. മാരേജ് കഴിഞ്ഞിട്ടാണ് നവീൻ സുധീറിന് M.Tech ഇല്ല B.Tech ഇല്ല എന്നുള്ള സത്യം മനുഷ്യ അറിഞ്ഞു വരുന്നത്. പിന്നീടാണ് അറിയുന്നത് ഇയാൾ ഗേ ആണ്. ഇയാളെ ആദ്യ ഭാര്യ, ഇയാളുടെ സെക്കൻഡ് മാരേജ് ആണ്. ആദ്യ ഭാര്യനെ ഇവൻ ചീറ്റ് ചെയ്തത് തന്നെയാണ്, ഗേ എന്നുള്ളത് മറച്ചു വെച്ച് വിവാഹം ചെയ്തുകൊണ്ട് ഇനി അതേ രീതിക്ക് തന്നെയായിരുന്നു. അങ്ങനെ എന്റെ 35 പവൻ സ്വർണവും 50,000 രൂപയും നവീൻ സുധീർ പിടിച്ചെടുത്ത് പിന്നെയും കാശിന് വേണ്ടി നവീൻ സുധീറും വീട്ടുകാരെ ഉപദ്രവിച്ച് ന്യൂ ഇയറിന് തന്നെ വീട്ടിൽ കൊടുന്നാക്കിയിരുന്നു. വീട്ടിൽ കൊടുന്നാക്കിയിട്ട് പിന്നീട് നവീൻ സുധീറിന്റെ അച്ഛനും അമ്മയും അനിയൻ അമ്മയും സുധീറും കൂടി എന്റെ വീട്ടിലേക്ക് കയറി വരികയും അമ്മ സരസ്വതിയും അച്ഛൻ സുധീറും നവീൻ സുധീറും ചേർന്ന് ഇവിടുത്തെ ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ച് എടപ്പാൾ ഗോപിനാഥിന്റെ ഹോസ്പിറ്റലിൽ MLC ആക്കി. MLC കംപ്ലൈന്റ് കൊടുത്തു. യാതൊരുവിധ അന്വേഷണമോ കാര്യങ്ങളോ ഉണ്ടായില്ല. പിന്നീട് എന്റെ സ്വർണം കിട്ടാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് FIR ഇടുമ്പോഴാണ് അവിടെ വൻ തട്ടിപ്പ് കേസായ എഴുത്ത് ലോട്ടറി തട്ടിപ്പ് കേസിലെ പ്രതിയാണ് നവീൻ സുധീർ എന്നും നിരവധി തവണ പിടിക്കപ്പെട്ടവരാണ് നവീൻ സുധീർ, അമീകൃഷ്ണൻ എന്നുള്ള വിവരം അറിയുന്നത്. പിന്നീട് അവിടെ നിന്നും വൻ ചതിയിലാണ് പെട്ടതെന്നുള്ളത് അറിയുന്നു. അവിടുന്ന് പിന്നീട് അറിയാൻ പറ്റിയത് ഇപ്പൊ അയാൾ 3ാമത് വിവാഹത്തിന് നടക്കുകയാണ്. എഴുത്ത് ലോട്ടറി തട്ടിപ്പ് പോലെ അടുത്ത രീതിക്കുള്ള മറ്റൊരു തട്ടിപ്പ്, വിവാഹ തട്ടിപ്പ് നടത്തുകയാണ്. ഇയാൾ പ്രായം പോലും മറച്ചു വെച്ചിട്ടാണ് എന്നെ കല്യാണം കഴിച്ച്. 26 വയസ്സുള്ള നവീൻ സുധീർ എന്ന് പറഞ്ഞത് അയാളെ പ്രായം പോലും എനിക്ക് കറക്റ്റ് ഇപ്പോഴും അറിയില്ല. ചിലർ 30 എന്ന് പറയുന്നു, ചിലർ 40 എന്ന് പറയുന്നു. കണ്ടിട്ടുണ്ടെങ്കിൽ 50 വയസ്സ് വരെ തോന്നിക്കുന്ന ഒരു മനുഷ്യനാണ്. എല്ലാ രീതിക്കും എന്നെ പറ്റിച്ച് ഗോൾഡ് നശിപ്പിച്ച്. ഞാനൊരു SC/ST വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഇഴവ കാസ്റ്റിൽപ്പെട്ട നവീൻ സുധീർ എന്നെ വന്ന് കല്യാണം കഴിച്ചത്. യുവതിയുടെ 35 പവൻ സ്വർണ്ണാഭരണങ്ങൾ അപഹരിച്ച യുവാവും കുടുംബവും ഭാര്യയെ മർദ്ദിക്കാനും തുടങ്ങി. പലതവണ പോലീസിൽ പരാതി നൽകിയെങ്കിലും പൊന്നാനി പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തില്ലെന്നാണ് യുവതി പറയുന്നത്. പോലീസിന് യാതൊരുവിധ നടപടി ഉണ്ടായില്ല. അവര് ഞങ്ങളതിനെ കളിയാക്കുന്ന രീതിക്ക് ഞാൻ ഇന്നലെയും പറഞ്ഞു, ഞാൻ ചാനലിൽ പോയി ഇനി ഒരു നീതി കിട്ടിയില്ലെങ്കിൽ പറഞ്ഞപ്പോ അവിടുത്തെ SI തോമസ് പറഞ്ഞത് ചാനലിൽ പോണ്ട, ചാനലുകളൊന്നും സത്യമല്ല, നിങ്ങളെ കുറ്റക്കാരാക്കും, നിങ്ങളെ സൊസൈറ്റി കളിയാക്കും. ഞാൻ പറഞ്ഞു കളിയാക്കിക്കോട്ടെ. അപ്പൊ അയാൾ പറഞ്ഞു ഇത്തരക്കാരുടെ കൂടെ ജീവിച്ചാലും നീയാ നാളെന്ന് പറഞ്ഞു. നാറണമെങ്കിൽ ഞാൻ അങ്ങ് നാറട്ടെ, ഇനി ഒരു പെണ്ണും കൊടുക്കണ്ട. തുടർന്ന് മലപ്പുറം SP-ക്കും DYSP-ക്കും പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണം നടത്തി പ്രതിക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകി. നേരത്തെ ഒറ്റ നമ്പർ ലോട്ടറി തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ഇയാൾ വീണ്ടും വിവാഹ തട്ടിപ്പിന് ഇറങ്ങിയിരിക്കുകയാണെന്നും യുവതി പറഞ്ഞു. PG TV ന്യൂസ്, പൊന്നാനി.